ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ ഇനി നിലമ്പൂർ ഇലക്ഷന് ഇനി വെറും 7 ദിവസമാണ് ബാക്കിയുള്ളത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി ഒന്ന് ചർച്ച ചെയ്യുന്നത്. നിലമ്പൂർ ഇലക്ഷൻ, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രരായി മത്സരരംഗത്ത് ബാക്കി നിൽക്കുന്നവർ, മുന്നണി സ്ഥാനാർത്ഥികൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കാരണം 7 ദിവസമാണ് ഇനി ഇലക്ഷന് ബാക്കിയുള്ളത്. അതിജീവനത്തിന്റെ കഥയാണ് ചാലിയാറിന്റെ തീരത്തെ നിലമ്പൂരിൽ നിന്ന് എക്കാലവും കേരളം കേട്ടുകൊണ്ടിരുന്നത്. കാട്ടുമൃഗങ്ങളോട്, പ്രളയത്തോട്, ഉരുൾപൊട്ടലിനോട്, കൃഷിയോട് എന്നും അതിജീവിച്ച് മുന്നേറുന്ന ജനതയാണ് നിലമ്പൂരിലേത്. അതുകൊണ്ട് തന്നെയാണ് അതിജീവനത്തിന്റെ കഥ എന്ന് നമ്മൾ സൂചിപ്പിച്ചത്. തീർച്ചയായും നിലമ്പൂർ ഇലക്ഷനെ സംബന്ധിച്ച് മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ രംഗപ്രവേശം ചെയ്തു. സ്വതന്ത്രരും ഏകദേശം എല്ലാവരും ഉറപ്പായി കഴിഞ്ഞു. ഇനി മത്സര രംഗത്തേക്കുള്ള കടന്നുകയറ്റങ്ങളാണ് ഇനിയുള്ളത്. അപ്രതീക്ഷിതമായ എത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് മാത്രമല്ല, സ്ഥാനാർത്ഥികൾക്കും അതിജീവനത്തിന്റെ പോരാട്ടം തന്നെയാണ്. മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് LDF-ന് നിലമ്പൂർ അതിജീവിക്കുക തന്നെ വേണം. ഭരണത്തിലേറണമെങ്കിൽ UDF-ന് നിലമ്പൂർ കടക്കുക തന്നെ വേണം. 2 ടൈം മണ്ഡലത്തിൽ MLA ആയിരുന്ന PV അൻവർ എന്ന സ്വതന്ത്രനും ഇത് സമാനതകളില്ലാത്ത അതിജീവനത്തിന്റെ പോരാട്ടം തന്നെയാണ്. കാരണം ഒരു മുന്നണിയിൽ നിന്ന് പോരുകയും മറ്റേ മുന്നണിയിൽ എത്തുകയും ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ PV അൻവർ എന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച MLA അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഒരു മുന്നണിയിൽ നിന്ന് പോരുകയും ചെയ്തു, മറ്റേ മുന്നണിയിൽ എത്തിയിട്ടുമില്ല. ഈ അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനും ഈ തിരഞ്ഞെടുപ്പ് വളരെ അതിജീവനത്തിന്റെ പാത തന്നെയാണ്. NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കേണ്ടതും അവരുടെ ശക്തി തെളിയിക്കേണ്ടതും അവരുടെയും പ്രധാന വിഷയം തന്നെയാണ്. വിവാദങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പഞ്ഞമില്ല, പിന്തുണക്ക് കുറവുമില്ല. സെമി ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങിയവരുടെ ആവേശം ഫൈനലിനേക്കാൾ ഒട്ടും കുറവുമല്ല. ഇതൊക്കെയാണ് അവിടുത്തെ ചിത്രം. നിലമ്പൂർ മണ്ഡലത്തെ ഒന്ന് നമുക്ക് നോക്കിയാൽ, പോത്തുകല്ല്, വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ, മുത്തോടം, കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭയും ചേർന്നതാണ് നിലമ്പൂർ മണ്ഡലം. ഇതാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ചിത്രം. ഇതിൽ പോത്തുകല്ല്, അമരമ്പലം പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭയും LDF-ഉം, മറ്റുള്ള പഞ്ചായത്തുകളിൽ UDF-ഉമാണ് ഭരണം നടത്തുന്നത്. ഇതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും ചിത്രം. നിലമ്പൂരിന്റെ ഒരു ചാഞ്ചാട്ട മനസ്സാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്നത്. കാരണം നിലമ്പൂർ മണ്ഡലം എന്നും ഒരു ചാഞ്ചാട്ട മനസ്സിന്റെ കൂടെയാണ്. കുറച്ചു കാലം ആര്യാടൻ മുഹമ്മദ് എന്ന UDF-ന്റെ ആതിഥേയനായ നേതാവിന്റെ ഒപ്പം നിന്നുവെങ്കിലും അതിനു മുൻപും ശേഷവും ചാഞ്ചാട്ട മനസ്സാണ് നിലമ്പൂരിനുള്ളത്. ഇടതിനുള്ള വളക്കൂറുള്ള മണ്ണാണ് നിലമ്പൂരിന്റെ ആദ്യകാല ചരിത്രമെങ്കിലും UDF-ന്റെ കരുത്തനായ സാരഥി ആര്യാടൻ മുഹമ്മദാണ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായത്. 1965-ലാണ് നിലമ്പൂരിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന CPM സ്ഥാനാർത്ഥി K. കുഞ്ഞാലിയും കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദും തമ്മിലായിരുന്നു പ്രധാന മത്സരം. കന്യാംഗത്തിൽ കുഞ്ഞാലിക്കായിരുന്നു വിജയം. 1967 രണ്ടാം തിരഞ്ഞെടുപ്പിലും ആര്യാടനും കുഞ്ഞാലിയും മത്സരിച്ചു. വീണ്ടും വിജയം കുഞ്ഞാലിയിലേക്ക് തന്നെയായിരുന്നു. 1969 ജൂലൈയിൽ MLA ആയിരിക്കെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു. ഇതോടെയാണ് 1970-കളിൽ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. കുഞ്ഞാലിയുടെ മരണത്തിന് പിന്നിൽ ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണെന്ന കേസ് നിലനിൽക്കുന്ന കാലം. കുഞ്ഞാലിയുടെ മരണത്തിൽ സഹതാപം വോട്ട് പിടിച്ച് വീണ്ടും മണ്ഡലം CPM പിടിക്കാൻ കച്ചമുറക്കി ഇറങ്ങി എന്ന് ഇത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ലീഡർ ശ്രീ K. കരുണാകരന്റെ അതികായ ബുദ്ധി അദ്ദേഹം അവിടെ പ്രയോഗിച്ചു. എന്നാൽ അന്ന് K. കരുണാകരൻ മുസ്ലിം ലീഗുമായി ചേർന്ന് മുന്നണിയുണ്ടാക്കി MP ഗംഗാധരനെ മത്സരിപ്പിച്ചു. CPM സ്ഥാനാർത്ഥി VP അബൂബക്കർ പരാജയപ്പെട്ടു. ഇതോടെ നിലമ്പൂരിന്റെ കളം UDF-ന് അനുകൂലമായി മാറുകയായിരുന്നു.
1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 സി ഹരിദാസും അവിടെ മത്സരിച്ച് MLA ആയിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് രാജിവെച്ചു. എന്നാൽ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ലെ TK ഹംസ ആര്യാടനെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിച്ചു. 1987 ആര്യാടൻ മുഹമ്മദ് തന്നെ മണ്ഡലം UDF-നായി തിരിച്ചുപിടിച്ചു. 2016 വരെ ആര്യാടന്റെ ഈ കുത്തക തുടരുകയായിരുന്നു. 2016 ആര്യാടൻ മുഹമ്മദ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നതും മകൻ ഷൗക്കത്ത് മത്സരത്തിൽ നിന്ന് രംഗത്തേക്ക് എത്തുകയും ഉണ്ടായത്. ഇതിനിടയിലാണ് മലപ്പുറം ജില്ലയിൽ CPM സ്വതന്ത്രനെ മത്സരിപ്പിച്ച് പരീക്ഷിക്കാം എന്ന് തീരുമാനിച്ചത്. ഈ ലക്ഷ്യമാണ് അൻവറിലേക്ക് എത്തിയത്. എന്തായാലും ആ ലക്ഷ്യം അവിടെ വിജയിക്കുകയായിരുന്നു. 11,504 വോട്ടുകൾക്കാണ് അൻവർ UDF തട്ടകം പിടിച്ചെടുത്തത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിലും LDF വീണ്ടും PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി. UDF സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശനായിരുന്നു ആ ടേൺ മത്സരിച്ചിരുന്നത്. എന്നാൽ UDF-ന്റെ വോട്ട് നില UDF ഉയർത്തി എന്നത് യാഥാർത്ഥ്യമാണ്. 2700 വോട്ടുകൾക്കായിരുന്നു അൻവർ ആ ടൈം വിജയിച്ചത്. CPM-നോടും ഇടതു ഭരണത്തോടും തുറന്ന പോരിനിറങ്ങിയ അൻവർ രാജിവെച്ചതോടെയാണ് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ എത്തി നിൽക്കുന്നത്. ഇതാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു തിരിഞ്ഞുനോട്ട ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത്. നിലമ്പൂർ മണ്ഡലത്തിന്റെ ഘടനയും അതിന്റെ മാപ്പും അതിന്റെ തിരിഞ്ഞുനോട്ടവുമാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചത്. അവിടുത്തെ പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിലെ ഭരണം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയ അതുവരെ നമ്മൾ ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭരണത്തിൽ ഉള്ള പാർട്ടിയുടെ MLA ആയ പാർട്ടിയോട് വിയോജിച്ച് രാജിവെച്ചതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി പരിചയസമ്പന്നരെ തന്നെയാണ് എല്ലാ മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്നത്. UDF ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയും സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ PV അൻവർ പരസ്യമായി രംഗത്ത് വന്നതോടെ LDF-ഉം നിലമ്പൂർ സ്വദേശി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മികച്ച പ്രാസംഗികനുമായ സ്വരാജിനെ രംഗത്തിറക്കി. ഇതോടെ PV അൻവറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം അൻവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, LDF-ൽ നിന്ന് പോരുകയും ചെയ്തു, UDF-ൽ എത്തിയിട്ടുമില്ല, അദ്ദേഹം മത്സര രംഗത്തുണ്ടാവുകയില്ല എന്നൊക്കെയാണ് ഇതിന് ഇലക്ഷന് മുൻപ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. എങ്കിലും അവസാന നിമിഷത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് NDA മുന്നണിയുടെ BJP സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. SDPI N ജയരാജൻ, സ്വതന്ത്രൻ P രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, സ്വതന്ത്രൻ വിജയൻ G സതീഷ് കുമാർ സ്വതന്ത്രൻ, ഹരിനാരായണൻ സ്വതന്ത്രൻ എന്നിവരാണ് മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ഒരു മണ്ഡലമാണ് നിലമ്പൂർ. ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വിവാദങ്ങളോട് വിവാദങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവും പ്രചരണത്തിന്റെ വിഷയങ്ങൾ, ദിവസവും പുത്തൻ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സെമി ഫൈനൽ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയമില്ല. ഈ രീതിയിൽ മുന്നണികൾ പ്രചരണം, പരസ്പരം പഴിചാരിയുള്ള കൊമ്പുകോർക്കലും നിത്യേന വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തിനെതിരെയുള്ള അഭിമുഖം, സാമൂഹിക സുരക്ഷാ പെൻഷൻ, ബലിപെരുന്നാൾ അവധി, ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണത്തിലെ രാഷ്ട്രീയം, ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP, ഹിന്ദു മഹാസഭ പിന്തുണ, ഇതാണ് ഇന്നലെയും മെനിഞ്ഞാന്ന് 2, 3, 4 ദിവസങ്ങളായി അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊണ്ടും കൊടുത്തും വിവാദങ്ങളുടെ വിത്തിറക്കുകയാണ് എല്ലാ മുന്നണികളും. ഒരു മുന്നണിയും അതിന് പിന്നിലില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും അൻവർ പിടിക്കുന്ന വോട്ടിനെ ചൊല്ലിയുള്ള ആശങ്ക ഇരു മുന്നണികൾക്കും അത് വലിയ ചർച്ചാ വിഷയം തന്നെ. LDF-നോടും UDF-നോടും തുറന്ന പോരിനിറങ്ങിയ PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നത് നിലമ്പൂരിന് നിർണായകമാവും. കാരണം അൻവർ LDF-ൽ 10 വർഷക്കാലം, ഏകദേശം 9 വർഷക്കാലം LDF-ന്റെ സ്വതന്ത്ര MLA ആയിരുന്നു. അദ്ദേഹം ആ വ്യക്തികൾക്കും പ്രവർത്തകർക്കും ഒക്കെ വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. മറിച്ചാണെങ്കിൽ PV അൻവർ അവിടെ വിള്ളലുണ്ടാക്കി എത്ര വോട്ട് പിടിക്കുന്നുവോ അത് തങ്ങൾക്ക് വിജയത്തിന് അനുകൂലമാകുമെന്ന് UDF-ഉം കണക്കുകൂട്ടുന്നു. UDF-ഉമായുള്ള ബന്ധം, അൻവറിന്റെ ബന്ധം, ഇത് വിള്ളൽ വന്നതോടുകൂടി UDF ക്യാമ്പിൽ എത്ര വോട്ട് അൻവർ പിടിക്കുന്നുവോ അത്രയും വിജയ ശതമാനം തങ്ങൾക്കും കൂടുമെന്ന് LDF മുന്നണിയും കണക്കുകൂട്ടുന്നു. ഇതാണ് അൻവറിന്റെ പ്രാധാന്യം ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. അൻവർ എത്ര വോട്ടാണോ പിടിക്കുന്നത്
ആ വോട്ടിനനുസരിച്ചാണ് മണ്ഡലത്തിലെ വിജയ ശതമാനം എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതാണ് ഇരു മുന്നണികളുടെയും ക്യാമ്പുകൾ ചർച്ച ചെയ്യുന്നത്. വിജയസാധ്യത തന്നെയാണ് ഇടതിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അൻവർ മൂലം തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും ഇടത് വോട്ടുകൾ വിഭജിക്കുമെന്ന് ആണ് UDF വിലയിരുത്തൽ. അത് വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്യാണ്. 2016-ലും 2021-ലും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും എതിരെ തുറന്ന പോരിനിറങ്ങി രാജിവെച്ചതാണ് തന്നെയാണ് ഇപ്പോൾ UDF-ന്റെയും ആയുധം. ഇങ്ങനെ LDF-ഉം UDF-ഉം പരസ്പരം അൻവർ പിടിക്കുന്ന വോട്ടിലേക്കാണ് ഇപ്പോൾ പ്രചരണം എത്തി നിൽക്കുന്നത്. അൻവർ എത്ര വോട്ടാണോ പിടിക്കുന്നത് ആ വോട്ടിന് അനുകൂലമായിരിക്കും ഇനിയുള്ള ചാഞ്ചാട്ടം എന്നാണ് ഇരു മുന്നണികൾ ക്യാമ്പുകളും ഇപ്പോൾ വിലയിരുത്തുന്നത്. തീർച്ചയായും നിലമ്പൂർ ഇലക്ഷന്റെ വിശദീകരണങ്ങൾ ഇനിയും നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇലക്ഷന് ഇന്നിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 7 ദിവസമാണ് ബാക്കിയുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്ന പ്രചരണത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും തീർച്ചയായും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.